കോക്കനട്ട് ഓവർസീസിലെ കൗൺസിലേഴ്സ് നമ്മളോട് മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന ഒരു കൺസേൺ ആണ് മാൾട്ട, ലാറ്റ്വിയ, പോളണ്ട് പോലുള്ള കൺട്രിയിൽ വിസ റിജക്ഷൻ റേഷ്യോ കൂടുതലാണെന്ന് പറഞ്ഞ് കുട്ടികൾ വിളിക്കുന്നുണ്ട്. അവർക്ക് മുന്നേ വിസ റിജക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഈ കുട്ടികൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ കൺട്രീസിലൊക്കെ വിസ റിജക്ഷൻ റേഷ്യോ വളരെ കൂടുതലായതുകൊണ്ടാണ് അവർക്ക് റിജക്ഷൻ കിട്ടിയതാണ്. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവർ സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാം. ഇപ്പൊ മിക്ക കുട്ടികളും നമ്മുടെ നാട്ടിലെ ഡിഗ്രിയോ അല്ലെങ്കിൽ +1 +2 പഠിക്കുന്ന സ്ട്രീമിൽ നിന്നോ വ്യത്യസ്തമായിട്ടായിരിക്കും പ്രോഗ്രാം എടുക്കുന്നത്. ആ ഒരു ടൈമിൽ രണ്ട് കാര്യങ്ങളാണ്. ചില കുട്ടികൾ കരിയർ സ്വിച്ച് നോക്കുന്നതാണ്. കരിയർ സ്വിച്ച് നോക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ വിസ ഡോക്യുമെന്റേഷൻ ടൈമിൽ അതിനെ കറക്റ്റായിട്ട് എന്തുകൊണ്ട് അവർ കരിയർ സ്വിച്ച് ചെയ്യുന്നു എന്നുള്ളത് എംബസിനെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. പക്ഷെ രണ്ടാമത്തെ ഒരു കാര്യം, ഒരു കുട്ടികൾക്ക് പ്രോഗ്രാം ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയാതെ നമ്മുടെ അടുത്ത് വരുന്നതായിരിക്കാം. അപ്പോൾ അവരുടെ കരിയറിന് ബെറ്റർ ഏതാണ് ഓപ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ ഈ ഒരു പ്രോഗ്രാം എടുത്താൽ മാത്രമേ എനിക്ക് അവിടെ വിസ കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ പ്രോഗ്രാം സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഇവർക്ക് സക്സസ് റേഷ്യോ കൂടുകയുള്ളൂ. പിന്നെ ഒരു മെയിൻ ഫാക്ടർ വരുന്നത് ഡോക്യുമെന്റേഷൻ തന്നെയാണ്. എല്ലാ ഡോക്യുമെന്റ്സും കറക്റ്റ് അവർ പറയുന്ന രീതിയിൽ കൊടുത്താൽ മാത്രമേ വിസ കിട്ടത്തുള്ളൂ. ഈ ഒരു കാരണം കൊണ്ടാവാം കുട്ടികൾക്ക് വിസ റിജക്ഷൻ ആവുന്നത്. പക്ഷേ കുട്ടികൾ കൂടുതലും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഈ പറയുന്ന കൺട്രീസിലൊക്കെ വിസ സക്സസ് റേഷ്യോ വളരെ കുറവായതുകൊണ്ടാണ് അവർക്ക് റിജക്ഷൻ കിട്ടുന്നതെന്നാണ്. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അതേ രീതിയിൽ ആപ്ലിക്കേഷൻ ഇടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിസ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് കോക്കനട്ട് ഓവർസീസ് ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ വിസ സക്സസ് റേഷ്യോ വളരെ കൂടുതലായിട്ടുള്ള ഈ പറഞ്ഞ കൺട്രീസിൽ. അപ്പം നിങ്ങൾക്ക് നമ്മൾ വഴി പ്രോസസ്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കരിയർ ഗൈഡൻസോട് കൂടി തന്നെയായിരിക്കും വിസ വെക്കുന്നത്. വിസ ഡോക്യുമെന്റ് സമയത്ത് ഡോക്യുമെന്റ്സ് ഒക്കെ അതേപോലെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും വെക്കുക. അതിപ്പോൾ എന്ത് ഡോക്യുമെന്റ് ആയാലും അവർ എംബസി എന്തൊക്കെ ചോദിക്കുന്നുണ്ടോ ആ ഡോക്യുമെന്റ്സ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിസ സക്സസ് റേഷ്യോ വളരെ കൂടുതൽ തന്നെ ആയിരിക്കും.